ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്ലീവ് സംബന്ധിച്ചിട്ട് ഡൗട്ട്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് എത്ര ശ്രമിച്ചിട്ടും സ്ലീവ് കട്ടിങ് പറ്റുന്നില്ല, അത് പെർഫെക്റ്റ് കിട്ടുന്നില്ല, പെർഫെക്റ്റ് ഫിറ്റിംഗ് ആവുന്നില്ല, ഈ സൈഡൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ കയറി ഇറങ്ങി പോകുന്നു, ബോഡിയുടെക്കാട്ടിലും അളവ് കൂടുതലായി വരുന്നു, അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു വരുന്നു, അങ്ങനെ വരുന്ന ആളുകൾക്കും, പിന്നെ സ്ലീവ് തയ്ച്ച് കഴിഞ്ഞ ശേഷം ഒരുപാട് ചുളിവ് വരുന്നു, അങ്ങനെ പെർഫെക്ഷൻ കുറഞ്ഞു, അങ്ങനെ ഒരുപാട് എന്താണ് അവിടെ ഒരു ഡൗട്ട് വന്നിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു ഡൗട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതിൽ 2 ടിപ്സാണ് നമ്മൾ പറയുന്നത്. ഈ 2 ടിപ്സും വളരെ യൂസ്ഫുള്ളാണ്. മാത്രമല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പല ഭാഗങ്ങളും മനസ്സിലാവില്ല. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. എക്സ്ട്രാ വേറെ കുറച്ച് ടിപ്സ് കൂടിയും പറഞ്ഞുതരും. അതുകൂടി മനസ്സിലായാലാണ് നിങ്ങൾക്കത് എളുപ്പത്തിൽ ഏത് തരം സ്ലീവായാലും, ഏത് ചുരിദാറിൻ്റെ ആയാലും, സാരി ബ്ലൗസിൻ്റെ ആയാലും, ഫ്രോക്കിൻ്റെ ആയാലും, എനി ടൈപ്പ് ഡ്രസ്സിൻ്റെ ആയാലും, ഏതായാലും നമുക്ക് കൃത്യമായി പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് കട്ടിങ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിന് 2 കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. പിന്നെ ബാക്കിയെല്ലാം ടിപ്സുകൾ തന്നെ തരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞൊരു ലൈക്ക് കൂടി തരാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കട്ടോരി ബ്ലൗസിൻ്റെ ഒരു ചെറിയ സ്ലീവാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ചെറിയ ഷോർട്ട് സ്ലീവാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും വരെയാണ് നമ്മൾ ഐഡിയ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഒരു ചെറിയൊരു ന്യൂസ് പേപ്പറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ന്യൂസ് പേപ്പറും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഇതിന് വരയ്ക്കുന്നത് കേട്ടോ. ഒരു ഭാഗത്തു നിന്ന് വരയ്ക്കാം. ഈ ഒരു സൈഡ്, ഇത് ഫോൾഡഡ് സൈഡാണ് കേട്ടോ. ചെറിയ സ്ലീവാണ് നമ്മൾ ഇതിൽ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം എടുക്കേണ്ടുന്ന അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് പ്രധാനമായിട്ട് എടുക്കേണ്ടുന്ന അളവെന്ന് പറയുന്നത് ഒന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത്, അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ സ്ലീവിൻ്റെ ലെങ്ത്ത്. പിന്നെ സ്ലീവിൻ്റെ ഓപ്പണിങ്, അതായത് തുമ്പുവാണ് ഇത് സ്ലീവ് ഓപ്പണിങ്. ഓക്കെ. പിന്നെ നമുക്ക് ആം ഹോളിൻ്റെ ആം ഹോൾ റൗണ്ടിൻ്റെ കെർവ്, ഇത് ചെരിഞ്ഞിട്ടുള്ള അളവ്, ഈ ഒരു ചെരിഞ്ഞിട്ടുള്ള അളവ് ആം ഹോൾ റൗണ്ടിൻ്റെ, അതായത് നമ്മുടെ കൈക്കുഴിയുടെ റിഗാർഡ് ചെരിഞ്ഞ് വരയ്ക്കുന്ന ആ ഒരു അളവ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ കക്ഷത്തിൻ്റെ ഈ ഒരു പോയിന്റ് കറക്റ്റാക്കി വെച്ച ശേഷം ഇങ്ങനെ വെച്ച ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താം. ഇങ്ങനെ നിവർത്തിയിട്ട ശേഷം നമ്മൾക്ക് ഇങ്ങനെ ഇതിനെ ഒരു ഇതിലേക്കൊക്കെ വെച്ചിട്ട് ഒരു പേപ്പറോ അല്ലെങ്കിൽ സ്കെയിലോ വെച്ചാൽ മതി. അപ്പോൾ അതിങ്ങനെ നിവർത്തി ഇങ്ങനെ നേരെ ഇട്ട ശേഷം നമുക്ക് ഈ ഒരു കക്ഷക്കുഴിയുടെ പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ നേരെ എടുക്കുന്ന ഒരളവ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ്, ആം ഹോൾ റൗണ്ട്, അതായത് മസിൽ വണ്ണം, കൈവണ്ണം, മനസ്സിലാവുണ്ടോ? ഇത് ആം റൗണ്ട് ആണ്, മസിൽ വണ്ണാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ്, ഇത് ആം ഹോൾ റൗണ്ടിൻ്റെ കെർവ്, ചെരിവ് വന്നിട്ടുള്ള അളവ്, ഇത് സ്ട്രെയിറ്റ്, ഇത് കെർവ്, ഈ 2 അളവും കൂടി എടുക്കണം. അപ്പോൾ ലെങ്ത്ത്, സ്ലീവിൻ്റെ ലെങ്ത്ത്, സ്ലീവ് ഓപ്പണിങ്, ആം റൗണ്ടിൻ്റെ സ്ട്രെയിറ്റ്, ആം റൗണ്ടിൻ്റെ കെർവ്. അപ്പോൾ ഇത്രയും അളവുകൾ എടുത്താലാണ് നമ്മുടെ സ്ലീവ് പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ എക്സ്ട്രാ ഒരു പോയിൻറ്റും കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വരെയാണല്ലോ നമ്മൾ വെച്ചത്. അതിന് ശേഷം നമ്മളൊരു സ്കെയിൽ വയ്ക്കാം. ഇതിവിടെ വെച്ചതിൻ്റെ ഈ ഒരു പോയിന്റിൽ ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ചു. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിന് ഞാൻ പകരം നമ്മളിവിടെ സ്കെയിലാണ് വെച്ചത് കേട്ടോ. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശ ധാരണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇപ്പുറത്തത് എടുക്കാം. അപ്പോൾ എത്ര വന്നു? നമുക്ക് ഏകദേശം കിട്ടിയൊരു ക്യാപ്പ് ഹൈറ്റ് കിട്ടിയത് ഒരു 3 ഇഞ്ച്. അപ്പോൾ ഈ 3 ഇഞ്ച് എന്നുള്ളൊരു 3-3.25 ഇഞ്ച് എന്ന പോയിന്റ് നമ്മൾ മെമ്മറിയിൽ വെച്ചാൽ മതി. നമ്മൾ ഇതിൻ്റെ അളവിനെ നമ്മൾ വരയ്ക്കുമ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ കാണിക്കാം. അപ്പോൾ ഈ അളവുകൾ എത്രയാണെന്ന് നമ്മൾ എഴുതി വെക്കണ്ടേ? അത് എഴുതി വെക്കാം. അപ്പോൾ എഴുതി വെച്ചാലാണ് ആ പോയിന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുക്കുന്ന അളവ്. അപ്പോൾ സ്ലീവിൻ്റെ അളവെടുത്തപ്പോൾ ഇത് എത്രയാണ് വന്നത്? 4.5 വന്നിരിക്കുന്നത്. ഈ സ്ലീവ് നമുക്ക് 4.5 വന്നിരിക്കുന്നത്, 4.5 ഇഞ്ച് ഇറക്കും. അതിൻ്റെ കൂടെ നമ്മൾ സ്ലീവ് ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ. അതായത് ലൈനിങ് ഇല്ലാത്തതിന് 1.5 ഇഞ്ച്, ലൈനിങ് ഉള്ളതാണെങ്കിൽ 1/2 ഇഞ്ച്, സോറി 1 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്യുള്ളൂ. ഓക്കെ. ലൈനിങ് ഉള്ളതാണെങ്കിൽ 1 ഇഞ്ച് ആഡ് ചെയ്യുള്ളൂ, 1/2 ഇഞ്ച് കുറയ്ക്കും. ഓക്കെ, മനസ്സിലായി വിശ്വസിക്കുന്നു. 1.5 ഇഞ്ചാണ് സാധാരണ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിന്. ഇനി സ്ലീവ് ഓപ്പണിങ് അത് നമുക്ക് എടുക്കണ്ടേ, അതിൻ്റെ തുമ്പ് വണ്ണം സ്ലീവിൻ്റെ. അപ്പോൾ അത് നമുക്ക് കിട്ടിയത് 5.25 കിട്ടിയിരിക്കുന്നത്. സ്ലീവ് ഓപ്പണിങ് 5.25 നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ്, ഓക്കെ, തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം, സീം അലവൻസ് ആഡ് ചെയ്യാണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് നമുക്കിത് ഇങ്ങനെയാണ് വെച്ച് നോക്കേണ്ടത്. സ്ട്രെയിറ്റ് വേണം. ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് സ്കെയിൽ വെക്കുകയോ അല്ലെങ്കിൽ നമ്മളിവിടെ പേപ്പർ വെച്ചിട്ടുണ്ട്, ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്, അതിന് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് എടുത്തത്. നോക്കി കണ്ടോ, ഈ പോയിന്റിലേക്ക് നമുക്ക് 6 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് നമുക്ക് ആം റൗണ്ട് സ്ട്രെയിറ്റ് 6 ഇഞ്ചാണ് വന്നിട്ടുള്ളത്, 6 ഇഞ്ച്.
ഇനി നമ്മുടെ ആം റൗണ്ടിൻ്റെ കർവുള്ള അളവ് അതെങ്ങനെ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ദൂരം എടുക്കാതെ ചെറിയ ചെറിയ ദൂരത്തിൽ എടുക്കണം കേട്ടോ. അധികം ദൂരം എടുക്കുമ്പോൾ നമുക്ക് അളവ് തെറ്റും. ഇത് ഇവിടെ നോക്കിയാൽ ഒരു 1/2 ഇഞ്ചസ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെരിക്കുന്നത്. അധികം ദൂരത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ടേപ്പ് ആയതുകൊണ്ട് നമുക്ക് അളവ് തെറ്റും, കുറച്ച് കൂടുതൽ ദൂരത്തേക്ക് എടുത്ത് വരുമ്പോഴേ. അപ്പം നമുക്കിപ്പോൾ ഇവിടെ വന്നത് 7 പോയിൻ്റ്, നമുക്ക് കർവ് വന്നത് ചെരിവ് വന്നത് 7 പോയിൻ്റ്, 7 നൂല് കേട്ടോ. അപ്പോൾ 7 നൂല് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള അളവ്. നമുക്കിവിടെ ക്യാപ്പ് ഹൈറ്റ് ആയിട്ട് ഏകദേശം നമുക്ക് കിട്ടിയത് 3, 3.25 എന്ന ആ ഒരു അളവിലാണ് നമുക്ക് ഇങ്ങനെ വെച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. ആ ഒരു സംഭവം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു വരുമ്പോൾ എളുപ്പമുണ്ടാവും. ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് 3 ഇഞ്ച് എന്നുള്ള രീതിയിലാണ് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ തയ്ച്ച കട്ടോരി ബ്ലൗസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കട്ടോരി ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒക്കെ നമ്മൾ നോർമൽ ബ്ലൗസിൻ്റെ കട്ടിങ്ങും പ്രിൻസസ് ബ്ലൗസിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞ ശേഷമാണ് ഇത് കട്ടോരി ബ്ലൗസിൻ്റെ കട്ടിങ്ങിലേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പഠിപ്പിക്കാം. ഇപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അളവ്. ഓക്കെ, നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 4.5 ആയിരുന്നു. ഈ 4.5 + 1.5 എത്രയാണ്? 4.5യുടെ കൂടെ 1.5 ആഡ് ചെയ്യുമ്പോൾ ഇതൊന്ന് 1.5, അപ്പോൾ ഇത് 6 ഇഞ്ച്. ഈ 6 ഇഞ്ച് അടയാളപ്പെടുത്താം. 6 ഇഞ്ച് അടയാളപ്പെടുത്തി 1 ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ട് എടുത്തു. ഈ 1 ഇഞ്ച് ഉള്ളിലോട്ട് എടുത്തത് ഇത് കുറച്ചും കൂടി ദൂരം നീങ്ങിയിട്ട് അതേ 1 ഇഞ്ച് ഇങ്ങോട്ടേക്കും വരയ്ക്കുന്നു. ഓക്കെ, അങ്ങനെ വരച്ചിട്ട് ഞാൻ സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചിടുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് സ്ലീവ് ഓപ്പണിങ് എത്രയായിരുന്നു? തുമ്പ് വണ്ണം നമുക്ക് 5.25 5.25 സ്ലീവ് ഓപ്പണിങ്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ 1 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പിടുന്നു. ഇതിൻ്റെ ഈ ഒരു 5.25 ഇവിടെ താഴത്തേക്ക് എടുക്കുന്നു. ഇവിടെ 2 ഇഞ്ച് താഴേക്ക് ഓപ്പണിങ് എടുക്കുന്നു. ഇതിപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കുമ്പോൾ അളവിൽ നിന്ന് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു സ്വല്പം കൂടുതൽ എടുക്കണം കേട്ടോ. അത്ര ഉദ്ദേശിച്ചാൽ മതി. അത്ര കഴിഞ്ഞ് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 ഇഞ്ചിനേക്കാൾ ഇപ്പുറത്തേക്ക് താഴത്തേക്ക് ഒന്ന് ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം ഒരു 1/4 ഇഞ്ചിൽ തയ്ക്കും, തയ്ച്ച ശേഷം 3/4 ഇഞ്ചിൽ മടക്കി വീണ്ടും തയ്ക്കും. അതിന് ശേഷം തുന്ന ചെയ്യാം തയ്ച്ചിട്ട് അങ്ങനെ മടക്കിയ ശേഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവാണിത്. പിന്നെ നമുക്ക് ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്യാപ്പ് ഹൈറ്റ് ആയിട്ട് എടുക്കുക. നമ്മളിങ്ങനെ ഈ സൈഡിലേക്ക് വെക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ചെയ്ത് കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഏകദേശം പറഞ്ഞത് എത്രയാണ്? 3 ഇഞ്ചാണ് ഏകദേശം ക്യാപ്പ് ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഏകദേശം ക്യാപ്പ് ഹൈറ്റ് 3 ഇഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ലൈൻ കുറച്ചും കൂടി നീട്ടി വരയ്ക്കാം. ഇതിപ്പോൾ എത്രയായിരുന്നു നമ്മുടെ അളവെന്ന് ഇവിടെ വന്നത്? 6 ഇഞ്ചായിരുന്നു. ഈ 6 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് കുറച്ച് ദൂരം നീങ്ങിയിട്ട് ഇതേ 6 ഇഞ്ച് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ള ലൈൻ. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് 3 ഇഞ്ചാണ് ഏകദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട്. ആ ഒരു റേഞ്ചിൽ വെച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് എത്രയായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്? 6 ഇഞ്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് 6 ഇഞ്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ഡോട്ടിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതിങ്ങനെ 6 ഇഞ്ച് വെച്ചു, ഇവിടെ 6 ഇഞ്ച് വെച്ചു. ഇത് ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ ജസ്റ്റ് വെറുതെ അമർത്തി പിടിച്ചാൽ മതി. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കാം. ഈ 6 ഇഞ്ച് പോയിന്റ് ഏതിലേക്ക് കണക്റ്റഡ് ആകണം? നമുക്ക് കർവ് ചെയ്തിരിക്കുന്ന അളവ് 7 നൂലാണ്. കർവ് വന്നിരിക്കുന്നത് 7 നൂലാണ്. 1/4 ഇഞ്ച് ഇവിടെ മുകൾ ഭാഗത്ത് തയ്യൽ തുമ്പ് പോകും. 1/4 ഇഞ്ച് ഒരു പോയിന്റ്, 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അപ്പോൾ 1/4 ഇഞ്ച് കുറച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 7 പോയിന്റ് എന്നുള്ളതിൽ നിന്ന് 1/4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് 6.25 ഒരു പോയിന്റ്. ആ ഒരു രീതിയിൽ കിട്ടണം. 6.25 ഒരു പോയിൻ്റാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് 6 ഇഞ്ച് ഇങ്ങനെ വയ്ക്കുമ്പോൾ 6 ഇഞ്ച്, ഇങ്ങോട്ടേക്ക് ചരിക്കുമ്പോൾ 6.25 ഒരു പോയിന്റ്. കണ്ടോ, കറക്റ്റായിട്ട് വന്നോ? കണ്ടോ, ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് 6 ഇഞ്ച്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് 6 ഇഞ്ച്. ചെരിവ് വന്നത് എത്രയാണ്? 6.25 ഒരു പോയിന്റ്, 6.25 ഒരു പോയിന്റ്. ആ ഒരു ചെരിവുള്ള അളവ് ചെരിവിലേക്കും വരണം. 1/4 ഇഞ്ച് നമുക്ക് ഇവിടെ തയ്യൽത്തുമ്പ് പോകുന്നത് കൊണ്ടാണ് അത് കുറച്ചിട്ട് നമ്മൾ ചെരിച്ച് ആക്കുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഒരു 1/4 ഇഞ്ച് അളവ് കയറി വരും. അത് നമുക്ക് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 6 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് നമ്മൾ ഈ ഏകദേശം ഞാൻ പറഞ്ഞത് ആ ബ്ലൗസിൽ നിന്ന് എടുത്തപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഇവിടെ ഒരു കുറച്ച് ദൂരം വെച്ചിട്ട് 6 ഇഞ്ച് വെച്ച് നോക്കുക. അപ്പോൾ ഇവിടെ വരെ നോക്കുമ്പോൾ ചെരിഞ്ഞിട്ട്
6.5 കഷ്ടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇങ്ങോട്ട് നീക്കി കൊണ്ടുവരണം. അങ്ങനെയാണ് നമുക്കിത് കൊണ്ടുവരേണ്ടത്. ഇത് നമുക്ക് ബ്ലൗസ് ഉള്ളത് കൊണ്ടാണ് നമുക്കിത് വേഗം കണ്ടുപിടിക്കാൻ എളുപ്പം കിട്ടിയത്. ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഏകദേശം അതിൽ നിന്ന് ബ്ലൗസിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്. ഇത് ബ്ലൗസിൽ നിന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 പോയിന്റും കണക്റ്റഡ് ആവുന്ന രീതിയിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് ചെരിഞ്ഞിട്ടുള്ള അളവ് രണ്ടും കണക്റ്റഡ് ആവുന്നത്. ചെരിഞ്ഞിട്ടുള്ള അളവിൽ 1/4 ഇഞ്ച് കുറയ്ക്കണം. അത് കണക്റ്റഡ് ആവുന്നത് ഏത് പോയിന്റാണോ ആ പോയിന്റിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ആ പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ 6 ഇഞ്ച്, ഇതാ ഇവിടെ 6 ഇഞ്ച് വന്നു. ഇതാണ് നമ്മുടെ അളവ്. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ഇത് 6 ഇഞ്ച് ഇങ്ങോട്ടും വന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ 6.25 ഒരു പോയിന്റ് കണ്ടോ, നമ്മൾ 6.25 ഒരു പോയിന്റ് എന്ന പോയിന്റ് പിടിക്കും വന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റാണ് നമ്മുടെ ശരിക്കുള്ള ക്യാപ്പ് ഹൈറ്റ്. അപ്പോൾ നമുക്ക് ക്യാപ്പ് ഹൈറ്റ് ആയിട്ട് എത്ര കിട്ടി, നമ്മുടെ ക്യാപ്പ് ഹൈറ്റ് വന്നത് 3 ഇഞ്ച്. ഓക്കെ, 3 ഇഞ്ചാണ് നമുക്ക് ക്യാപ്പ് ഹൈറ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു അളവിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ വ്യക്തി അനുസരിച്ച് നമുക്ക് കിട്ടിയ അളവ് ക്യാപ്പ് ഹൈറ്റ് 3 ഇഞ്ച്. അപ്പോൾ ഇത് പ്രകാരമാണ് ചെയ്യേണ്ടത്. നമ്മൾ താഴത്തേക്ക് ഇറക്കി വരയ്ക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ചിൽ 4.25 ഇഞ്ച് വരയ്ക്കും ആളുകൾ അനുസരിച്ചും ചിലപ്പോൾ ഒരേ ഹൈറ്റുള്ള വ്യക്തിക്ക് തന്നെ പല അളവിൽ മാറ്റം വന്നേക്കാട്ടാം. അതേപോലെ വണ്ണം കൂടുതലുള്ള വ്യക്തികൾക്കാണെങ്കിലും പലർക്കും തമ്മിൽ പല വ്യത്യാസം വരും. ഒരേ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തോന്നുമെങ്കിലും പല ആളുകൾക്കും പല രീതിയിലാണ് വരിക, വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇത് വ്യക്തി അനുസരിച്ച് കൈവണ്ണം അതുപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള അളവും ചെരിഞ്ഞ അളവും ഈക്വലായിട്ട് ഏതിലേക്ക് വരുന്നു അതാണ് നമ്മൾ എടുക്കേണ്ടുന്ന പോയിന്റ്. ഇനി നമ്മൾ ഇതിനെ കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ഇഞ്ചല്ലേ വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്ന് ഇവിടെ നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതേ 3 ഇഞ്ചിനെ ഇങ്ങോട്ടേക്ക് ആക്കേണ്ട. അപ്പോൾ ഇവിടെ നെക്കുണ്ട ഇവിടേക്കാണ് കേട്ടോ വരുന്നത് ആ പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം അത് കറക്റ്റ് തന്നെ ആയില്ലേ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഇത് 6 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നിൽക്കുമ്പോൾ 6.25 ഒരു പോയിന്റ് കണ്ടോ, ആ ഒരു ലെവലിലേക്ക് വരണം. ഇങ്ങനെ വയ്ക്കുമ്പോൾ 6 ഇഞ്ച് അതേ അളവിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിച്ചപ്പോൾ 6.25 ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് അളവ് എടുത്തു. എന്നിട്ട് ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇതിലിപ്പോൾ നമുക്ക് 6 ഇഞ്ചല്ലേ വന്നത്. ഈ 6 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്, 3 ഇഞ്ചല്ലേ. അപ്പോൾ ഇതിങ്ങനെ ടേപ്പ് ഫോൾഡ് ചെയ്തു. അപ്പോൾ ഈ 3 ഇഞ്ചാണ് നമുക്ക് വരുന്ന ആ ഒരു അളവ്. അപ്പോൾ ഇത് ഇത്തിരി നടുക്കിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ടേപ്പിൻ്റെ പകുതി ഭാഗം, ഈ 6 ഇഞ്ചിൻ്റെ പകുതി സ്ട്രെയിറ്റ് എന്ന അളവിൻ്റെ പകുതി ഭാഗത്ത് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു വീതി 3 ഇഞ്ചിൻ്റെ വീതിയിലേക്ക് പകുതിയിലേക്ക് വരച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 ഇഞ്ചിൻ്റെ വീതിയല്ലേ, 3 ഇഞ്ചിൻ്റെ പകുതി എത്ര വരിക, 1.5 ഇഞ്ചല്ലേ വരിക. ഈ 1.5 ഇഞ്ച് 3 ഇഞ്ചിൻ്റെ പകുതി നമുക്ക് 1.5 ഇഞ്ചാണ് വരുന്നത്. ഈ 1.5 ഇഞ്ചിൻ്റെ ആ പോയിന്റിൽ നിന്ന് 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് നമ്മൾ മാറ്റിയിടണ്ടേ. ആ ഒരു 1/4 ഇഞ്ച് 1.5 ഇഞ്ച് പ്ലസ് നമ്മൾ അതിന് കൂടെ 1/4 ഇഞ്ച് കൂടി ഇട്ടു, കയറ്റിയിട്ടു. നമുക്ക് ഇവിടെ മുകളിൽ തയ്യൽ തുമ്പുണ്ടല്ലോ അതേപോലെ തന്നെ തയ്യൽ തുമ്പ് പൊടിക്ക് കിട്ടും. ഇതാണ് പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ പോയിന്റ്. ഓക്കെ, ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സർക്കിൾ ഇട്ട് വയ്ക്കാം. ഓക്കെ, ഇതൊരു പോയിന്റ് ഇതൊരു പോയിന്റ് നമുക്ക് വന്നിട്ടുള്ളത്. അത് രണ്ടും ഞാൻ ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഫ്രഞ്ച് കർവാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രഞ്ച് കർവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ഇത് കണക്റ്റഡ് ആവണം. ഓക്കെ, ഈ ഒരു ഇത്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗം മുകൾ ഭാഗം ഒരു 3/4 ഇഞ്ചെങ്കിലും നമുക്ക് കിട്ടണം. ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ചോളമെങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് നോക്കൂ. ഇവിടേക്ക് നമുക്ക് ഒരു 3/4 ഇഞ്ചോളം ഒരേ നേരെ തന്നെ കിട്ടണം. നമ്മൾ ആ ലൈൻസിൻ്റെ ഈ ഒരു വര നമ്മളുണ്ടായതല്ലേ ലെങ്ത്ത്, സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ വരയുണ്ടല്ലോ ആ വരയിലേക്ക് കിട്ടുന്ന രീതിയിലേക്ക് എടുക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ, സീറ്റിംഗ് കിട്ടുമ്പോഴാണ് ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അതിനേക്കാളും കൂടുതലൊന്നും വേണമെന്നില്ല. ഏകദേശം ഒരു 3/4 ഇഞ്ചിൻ്റെ ഇത് ആ ഒരു സീറ്റിംഗ് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പോയിന്റ് നമുക്കിത് കണക്റ്റഡ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ചു. ഓക്കെ, സിമ്പിളായിട്ട് വെറുതെ വരച്ചു. അതെ, ഒറ്റൊരു ട്രിപ്പ് വരച്ചു. ഇത് ഇങ്ങടെ വരച്ചത്, ഈ പ്രാവശ്യം നമ്മൾ ഇങ്ങടാ വരച്ചത്. ഓക്കെ, ഇനി ഇതിനെ എടുത്തിട്ട് തിരിച്ചാണ് ഉള്ളത്. ഓക്കെ, അത് നമ്മൾ ഈ ഒരു ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ ഒരു പോയിന്റ് ഇവിടെ വെച്ചു. ഈ ഒരു പോയിന്റ് ഇവിടെ വെച്ചു. എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്കും കണക്റ്റഡ് ആവണം. ഈ ഒരു പോയിന്റ്, അതായത് നമ്മൾ ഈ ഒരു പോയിന്റിലേക്കും കുറച്ച് ദൂരം നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കിട്ടണം. ഇവിടെ നിന്നൊരു 1/2 ഇഞ്ചെങ്കിലും മിനിമം ഇങ്ങോട്ട് ഇതിലേക്ക് ഒന്ന് സീറ്റിംഗ് ആയിട്ട് നിൽക്കാൻ പറ്റാവുന്ന രീതിയിലും വേണം. ഒപ്പം നമുക്ക് ഈ ഒരു പോയിന്റിനെ ഇതിലേക്ക് കണക്റ്റഡ് ആവും വേണം. ഈ ഒരു പോയിന്റിന് ഇതിലേക്ക് കറക്റ്റ് ടച്ചായി നിൽക്കും വേണം ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അതങ്ങനെ രീതിയിൽ വരുന്നതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ളത് ഒരു ഷേപ്പ് എടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് സീറ്റിംഗ് അറേഞ്ച് കിട്ടണം. അതേപോലെ തന്നെ ഇതിലേക്ക് കണക്റ്റഡ് ആവും വേണം. ആ ഒരു രീതിക്ക് നമുക്ക് ഇങ്ങനെ വരച്ചു.
ജസ്റ്റ് സിമ്പിളായിട്ട് വരച്ചു. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇടാം. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തു അതിനെ. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയില്ലേ കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്ലീവ് കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കിവിടെ ഉണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, സീം എലവൻസ് ഇട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഇതിലേക്ക് ഇത് കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇപ്പുറത്തേക്ക് ഒരു 1.25 ഇഞ്ചൊക്കെ അല്ലേ നമ്മൾ ബ്ലൗസിന് ഒരു തയ്യൽ തുമ്പിടാറ്, അപ്പോൾ ആ 1.25 ഇഞ്ചും കൂടി ഇപ്പുറത്തേക്ക് കിട്ടും. എന്നിട്ട് ഇത് ഇതിലേക്ക് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യാം തയ്യൽ തുമ്പ്. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്. അപ്പോൾ ഇനി ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം ചെറുതായിട്ട് ഉള്ളിലോട്ട് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാം. അത് ഞാൻ ഇതുകൊണ്ട് വരയ്ക്കണില്ല, വേറെ കൊണ്ട് വരച്ച് കാണിക്കാം, കുറച്ചും കൂടി ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യം സ്ട്രെയിറ്റ് ആയ അളവിൻ്റെ പകുതി കണക്കാക്കി ഒന്ന് വരച്ചു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഇതിൻ്റെ വീതി ഉണ്ടല്ലോ, നമുക്ക് ഹൈറ്റ് ആയിട്ട് എടുത്ത 3 ഇഞ്ചിൻ്റെ ആ വീതിയുടെ പകുതിക്ക് പ്ലസ് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിലേക്കും കടത്തിയിട്ടു. പിന്നെ നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇങ്ങോട്ടേക്കും ഇതിലേക്കും രണ്ട് സൈഡിലേക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയ രീതിയിൽ വെച്ചിട്ട് വരയ്ക്കണം. ആദ്യം താഴത്തേക്ക് വെച്ച് വരച്ചു, അത് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ മുകളിലേക്ക് വെച്ച് വരച്ചു. എന്നിട്ട് ഇവിടെ ഷേപ്പായി തോന്നിയില്ല എങ്കിൽ മാത്രം, ചിലതൊക്കെ ഒന്ന് കറക്റ്റ് ഷേപ്പ് ആവും, ഒരു ഭൂരിപക്ഷം എല്ലാം കറക്റ്റ് ഷേപ്പ്, ചിലത് മാത്രം ഒന്ന് ഇങ്ങനെ ഒരു പിടുത്തം പോലെ അധികം ഷേപ്പായിട്ട് വരയ്ക്കാണ്ടിരിക്കുമ്പോൾ ചില ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. പക്ഷേ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ചസ് ഒരു പിടുത്തം വരുന്ന രീതിയിൽ വെച്ച് വരയ്ക്കുന്നത് കൊണ്ടാണ് ഒരു ഇത്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തു. ഇനി നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തയ്യൽ തുമ്പ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടേക്ക് മാറ്റിയിട്ടു. ഇനി നമുക്ക് ഫ്രണ്ട് ഏജ് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് ഏജ് കുഴിച്ച് വെട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫ്രണ്ട് പാർട്ട് മാത്രം കുഴിച്ച് വെട്ടാന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് തന്നെ ചെറുതായിട്ട് കൊണ്ടുവരണം. ഇതിൽ നിന്ന് ഒരു കുറച്ച് ദൂരത്തു നിന്ന് തന്നെ തുടങ്ങണം കേട്ടോ. ഇതുപോലെ 1/4 ഇഞ്ചാണ് എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഞാനിത് വേറെ സ്കെച്ച് പെൻസിലുകൊണ്ട് വരച്ചതെന്ന് വെച്ചാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഡോട്ട് ഇട്ട് വരച്ചത്. ഇനി അതിനെ ഒന്ന് ഡാർക്കൺ ചെയ്ത് വരയ്ക്കാം. ഇതാണ് ഫ്രണ്ട് ഏജിൽ നിന്ന് കുഴിച്ച് വരയ്ക്കുന്ന ഒരു രീതി. അധികമായിട്ട് കുഴിക്കൊന്നുമില്ല, ചെറിയ രീതിയിലാണ് വരച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ തന്നെ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മളത് സ്ലീവ് കട്ട് ചെയ്താൽ ഫ്രണ്ട് പാർട്ട് മാത്രം കുഴിച്ച് വെട്ടാം, ബാക്ക് പാർട്ട് ഇപ്പുറത്തെയാണ് കേട്ടോ ഉള്ളത് വരുന്നത്. അപ്പോൾ നമ്മളത് കുഴിച്ച് വെട്ടിയിട്ട് കാണിച്ചു തരാം. സ്ലീവിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ഇങ്ങനെ ഔട്ടറിലേക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് നമ്മളെപ്പോഴും സ്ലീവിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഉള്ളിലോട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നത് പോലത്തെയാണ് ഏറ്റവും ഭംഗി കൂടുതൽ കേട്ടോ. ഇങ്ങനെ കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ കടത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ് സ്ലീവിന് ഭംഗി. ലെങ്ത് കൂടുതൽ സ്ലീവിന് ഉറപ്പായിട്ടും കൂടുതൽ എല്ലാത്തിനും ചെയ്തിരിക്കണം. ഇത് ഷോർട്ട്സ് ആയതുകൊണ്ട് അധികം ചെയ്തില്ലെങ്കിലും കുഴപ്പം വരില്ല കേട്ടോ. പക്ഷേ നേരെ രീതിയിലല്ലേ ചെയ്തിട്ടുള്ളൂ. ഷോർട്ട്സിന് ചെയ്തില്ലെങ്കിൽ അത്രയും നിർബന്ധമില്ല, പക്ഷേ ലോങ്ങിന് ഉറപ്പായിട്ടും ചെയ്യണം, അപ്പോഴാണ് ഷേപ്പ് വരുള്ളത്. വളരെ ചെറിയ സ്ലീവ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയും ദൂരെ ചെയ്യാനുള്ളൂ. രണ്ടിലായാലും ചെയ്താലാണ് കുറച്ചും കൂടി ഭംഗി കൂടുക ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമുക്കത് കട്ട് ചെയ്യാം. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ട് കുഴിച്ച് വെട്ടുന്നത് അത് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് തന്നെ എടുത്ത് വരുന്നതാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, നമ്മളങ്ങനെ ഒരുപാട് അങ്ങോട്ട് കുഴിച്ച് വെട്ടണില്ല കേട്ടോ. ഒരു 1/4 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് വെട്ടുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മളിങ്ങനെ കുഴിച്ച് വെട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് കുഴിച്ച് വെട്ടിയിട്ടുള്ളത് 1/4 ഇഞ്ച്. സിമ്പിളായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് ഒരു സ്ലീവ് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ഫിറ്റ് കിട്ടാനായിട്ട് സെയിം അളവുകൾ കിട്ടണമെങ്കിൽ ഈ ഒരു പ്രധാന പോയിന്റും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്ലീവ് പെർഫെക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടും. പെർഫെക്റ്റ് ഫിറ്റിംഗ് കിട്ടണമെങ്കിൽ ഈ ഒരു 2 കാര്യങ്ങൾ പ്രധാനമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.